ഇവരിലൂടെ ചാടി കയറിയിട്ടുണ്ട്. ഈ പൈസ ചെലവാക്കിയാൽ മതി, ഞാൻ മേടിച്ചു. അത് ഇഷ്ടമുള്ളതൊക്കെ ഷോപ്പ് ചെയ്തോളാനാ. പോക്കറ്റ് ഉൾപ്പെടെ എല്ലാം കീറുന്നു തോന്നുന്നു. ഈ വരുന്ന ശനിയാഴ്ച പെരുന്നാളാണെന്ന് നിങ്ങൾക്കൊക്കെ അറിയാലോ. അപ്പൊ എന്റെ അസുറുടെയും കല്യാണം കഴിഞ്ഞിട്ടുള്ള ആദ്യത്തെ പെരുന്നാളാണ് ഗൈസ്. അതായത് ഞങ്ങളുടെ പുതുപെരുന്നാള്. അപ്പൊ കൊച്ചിയിലൊക്കെ പുതുപെരുന്നാളിന് പെണ്ണിന്റെ വീട്ടിലേക്ക് പെണ്ണു വീട്ടുകാർക്ക് ഡ്രസ്സൊക്കെ കൊണ്ടുവരുന്ന ഒരു ചടങ്ങുണ്ട്. അപ്പൊ ഇന്ന് നമ്മള് ആ ഡ്രസ്സ് എടുക്കാൻ പോവാണ് ഗൈസ്. ഞാൻ ഇവരിലൂടെ ചാടി കയറിയിട്ടുണ്ട്. എനിക്ക് പറഞ്ഞിട്ട് എനിക്ക് എന്റെ ഒരു ഉടുപ്പ് വാങ്ങിച്ചു തരുമെന്നാണ്. വാങ്ങിച്ചോണ്ട് വരുമായിരിക്കും. വരുന്നല്ലേ? ഇല്ല, ഞാൻ ഇന്നലെ രാത്രി കുറച്ച് വർക്കുള്ളോണ്ട് താമസിച്ചു പോയി. അപ്പൊ നൈറ്റ് വർക്കാണ് ഗൈസ്. അതുകൊണ്ട് നട്ടുച്ചൊക്കെ ഗൈസ് ഇവന് എന്നും രാത്രി താമസിച്ച് കിടന്ന് എന്നും ഉച്ചക്കൊക്കെ ചോദിച്ചാൽ പറയും നൈറ്റ് വർക്ക്. ഇന്റർവ്യൂവിനൊക്കെ നമ്മള് CV അയക്കണം. അപ്പൊ പിന്നെ കുറെ വർക്ക് ഫ്രം ഹോം അവരെനിക്ക് തരുന്നുണ്ട്, അസൈൻമെന്റ്സ്. അമേരിക്കൻ കമ്പനിയിൽ കയറണമെന്നാണ് അച്ഛനോട് ആഗ്രഹം. അതുകൊണ്ട് ഇപ്പോഴേ ശീലിക്കുക എന്റെ ആഗ്രഹം. അതുകൊണ്ട് ഉച്ചയ്ക്ക് പല്ലേക്കാൻ ഓക്കെ ഗൈസ്, അപ്പൊ നമുക്കിനി വണ്ടി കയറിട്ടാണ്. ഏത് കടയിലാണ് അടി പോകണ്ട? കൊട്ടിയത്തോ കൊല്ലത്തോ ഏതെങ്കിലും കട. ഫസ്നത്തയുടെ ഇതിലാണ് നമ്മൾ പോകുന്നത്. അറിഞ്ഞൂടല്ലോ ഇവിടുത്തെ ഏത് കട. എന്നാൽ അസുർക്കാട് ഇതിലാണ് നമ്മൾ പോകുന്നത്. ഓക്കെ ഗൈസ്, എന്റെ ഇതിൽ തന്നെ പോവാ. എനിക്കറിയില്ല ഇവിടുത്തെ കുറച്ച് കടകളൊക്കെ. എനിക്ക് ഇവിടുത്തെ കടകളൊന്നും അറിയില്ല ഗൈസ്, ബിക്കോസ് ഞാൻ ന്യൂ ആണ്. ഞാനിങ്ങനെ പോകുമ്പോ ഓരോരോ സ്ഥലത്ത് പോകുമ്പോ ഞാനിങ്ങനെ നോക്കി വെച്ചു, ഈ കടയിൽ പോവാ അടുത്ത പ്രാവശ്യം എന്നൊക്കെ പറഞ്ഞ് ഞാനിങ്ങനെ നോക്കി വെച്ചോണ്ടിരിക്കുകയാണ് ഗൈസ്. ബിക്കോസ് ഇനിയുള്ള കാലം ഞാൻ ഇവിടെ അല്ലേ ജീവിക്കുന്നത്. അപ്പൊ ഞാൻ കട കാണിച്ചാൽ നിനക്ക് ഡ്രസ് എടുക്കാൻ വേണ്ടി ഞാൻ ഹെൽപ്പ് ചെയ്യേണ്ട കാര്യമില്ലല്ലോ. നോ, ഡ്രസ്സൊക്കെ ഞാൻ സ്വന്തം. എനിക്ക് അതൊക്കെ ഭയങ്കര ഇഷ്ടമാണ് ഗൈസ്. ഷോപ്പിംഗ് അപ്പൊ എന്തായാലും പോസ്റ്റ് ആവാൻ റെഡിയാവും. ഈ പൈസ ചെലവാക്കിയാൽ മതി, ഞാൻ മേടിച്ചു. നമ്മൾ അങ്ങനെ ഷോപ്പിൽ വന്നിരിക്കുകയാണ്. നമ്മള് ഫസ്റ്റ് സാരി എടുക്കാം. എന്റെ ഉപയോഗിച്ച സാരിയാണ് ഗൈസ് എടുക്കുന്നത്. നമുക്കൊക്കെ സാരി സെക്ഷനിലേക്ക് പോകാം. ഫസ്റ്റ് ഫ്ലോറിലാണ് സാരി എന്നാ പറഞ്ഞത്. അങ്ങനെ അവർ പറഞ്ഞു. പറഞ്ഞു. നമ്മുടെ കൊല്ലത്തെ ഫസ്റ്റ് ഷോപ്പിംഗ് ആണോ ഫസ്നേത്? അത് പുതുപെരുന്നാളിന്റെ ഷോപ്പിംഗ് ബർക്കത്ത്. അപ്പൊ അസുറൊക്കെ പറഞ്ഞിരിക്കുന്നത് ഇഷ്ടമുള്ളതൊക്കെ ഷോപ്പ് ചെയ്തോളാനാ. കണ്ണി കണ്ടാക്കാൻ എനിക്ക് മിക്കൊക്കെ ഷോപ്പ് ചെയ്യാൻ പറഞ്ഞു. വയത്തി കല്യാണം കഴിക്കാൻ തോന്നുന്നു. വട്ടം കല്യാണം കഴിച്ചതിന് ക്ഷീണം നീ മാറിയില്ല. ഏത് തരം എടുക്കാനാണ് നീ ഉദ്ദേശിക്കുന്നത്? ഗൈസ്, ഞാൻ ഫസ്റ്റ് ടൈമാണ് ഉമ്മിക്ക് ഒരു സാരി എടുക്കാൻ പോണത്. അതുകൊണ്ട് എനിക്ക് വലിയ ഐഡിയ ഒന്നും ഇല്ല. കസ്നൊക്കെ ഉണ്ടോ? സ്വന്തമായിട്ട് പോലും സാരി എടുത്തിട്ടില്ല. അങ്ങനെ സാരി എടുത്തോണ്ട് സാരിയായിട്ട് ദൂ വരുന്നു. അപ്പൊ ഇതാണ് ഞാൻ എന്റെ ഉമ്മിക്ക് വേണ്ടി സെലക്ട് ചെയ്ത സാരി. ഐ ഹോപ്പ് ഉമ്മിക്ക് ഇത് ഇഷ്ടാവും. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ കമന്റ് ചെയ്യുക. അതെ, ഉമ്മിക്ക് ഇല്ലാത്തൊരു കളറാണ് ഗൈസ്, അതുകൊണ്ടാണ് ഞാൻ ഈ കളർ തന്നെ എടുത്തത്. അടുത്തത് നമുക്ക് വാപ്പിച്ചിക്ക് ഡ്രസ്സ് എടുക്കാം. എന്റെ വാപ്പിച്ചി പൊതുവെ വെള്ള ഇടുന്നത്. അപ്പൊ വാപ്പിച്ചിക്ക് ഡ്രസ്സ്, വാപ്പിച്ചി ഷർട്ടൊക്കെ സ്റ്റിച്ച് ചെയ്തിട്ടായിരുന്നു. അപ്പൊ നമുക്ക് വാപ്പിച്ചിയുടെ ഷർട്ടിന്റെ തുണി എടുക്കാം ഗൈസ്. ബൈ. അപ്പൊ നമുക്ക് ലിനന്റെ തുണി എടുക്കാൻ പോകാം ഗൈസ്. അങ്ങനെ വാപ്പിച്ചിക്കുള്ള മുണ്ട് നമ്മളെടുത്ത് ഇനി വാപ്പിച്ചിക്കുള്ള ഷർട്ട് എടുക്കണം. ലിനന്റെ തുണി എടുക്കുന്നു ഗൈസ്. നമ്മൾ ആദ്യം ഓർത്തത് ലിനന്റെ തുണി എടുക്കാന്നായിരുന്നു. പിന്നെയാണ് ഓർത്തത് മറ്റന്നാളല്ലേ പെരുന്നാള്, പിന്നെ തയ്ക്കാൻ കൊടുത്തിട്ട് എപ്പൊ കിട്ടാനോ. അപ്പൊ നമ്മൾ വിചാരിച്ചു ലിനന്റെ ഒരു സ്റ്റിച്ചഡ് ഷർട്ട് മേടിക്കാന്ന്. ലിനന്റെ തുണി കട്ട്, ലിനന്റെ ഷർട്ടാണ് നമ്മൾ എടുക്കാൻ പോകുന്നത്. രാംരാജ്ക്ക് സല്യൂട്ട്. നമ്മൾ രാംരാജ് ഷർട്ടാണ് ഗൈസ് എടുത്തിരിക്കുന്നത് വാപ്പിക്ക് വേണ്ടിട്ട്. അടുത്ത സെക്ഷൻ ഏതാ? താടെ ഉമ്മിക്ക് വേണ്ടി ഷാൾ ചുറ്റാൻ ഷാൾ വാങ്ങിക്കാൻ പോവുകയാണ്. അത് മാത്രല്ല നമ്മുടെ കുഞ്ഞിന് ഒരു കുട്ടി ഡ്രസ്സ് എടുക്കണം ഗൈസ്. ഗൈസ്, നമ്മൾ അങ്ങനെ ആ കുഞ്ഞു ബേബിക്ക് നമ്മൾ ഈ കുഞ്ഞു ഡ്രസ്സാണ് എടുക്കുന്നത് ഗൈസ്. അപ്പൊ നമ്മുടെ കുഞ്ഞാമിക്ക് നമ്മളൊരു കുഞ്ഞുടുപ്പ് എടുത്തിട്ടുണ്ട് ഗൈസ്. ഇതാണ് നമ്മൾ എടുത്ത ഡ്രസ്സ്. അമ്മയ്ക്ക് ഇത് ഇഷ്ടമാവും. നമുക്ക് എന്താ എടുക്കാൻ ബാക്കിയുള്ള? അപ്പൊ നമുക്ക് ഇനി എടുക്കാൻ ബാക്കി ഉമ്മിക്ക് ഒരു ഷോൾ എടുക്കാനുണ്ട് ഗൈസ്. അപ്പൊ നമുക്ക് ആ സെക്ഷനിൽ ഗൈസ്, നമ്മളങ്ങനെ ഡ്രസ്സെല്ലാം എടുത്തിട്ട് ബില്ലടയ്ക്കാൻ നിൽക്കുകയാണ് ഗൈസ്. ഇപ്പൊ മിക്കവാറും അസറക്കാടെ പോക്കറ്റ് ഉൾപ്പെടെ എല്ലാം കീറുന്നു തോന്നുന്നു ഗൈസ്. കീറി ബില്ലിൽ ചെറിയ തിരുത്തുണ്ടായിരുന്നു ഗൈസ്, അതുകൊണ്ട് ഞാൻ രക്ഷപ്പെട്ടു. കുറച്ച് ഓഫർ കിട്ടി. നമ്മളങ്ങനെ വീണ്ടും ബില്ലടിക്കാൻ പോവുകയാണ്. നമുക്ക് ചെറിയൊരു തിരുത്ത് സംഭവിച്ചു, അതുകൊണ്ട് നമ്മൾ രണ്ടാമത് ബില്ലടിക്കാൻ പോകുന്നത്. 2 ബില്ല് പെരുന്നാൾ ഷോപ്പിംഗ് കഴിഞ്ഞു ഗൈസ്. ഇനി നമ്മൾ അടുത്തതായിട്ട് ഉമ്മിനാടെ വീട്ടിലേക്ക് പോകണം. കല്യാണം കഴിഞ്ഞിട്ട് ഞാൻ ഇതുവരെ പോയിട്ടില്ല. എന്നാലും അസറും ഞാനും കല്യാണം കഴിഞ്ഞിട്ട് ആദ്യമായിട്ട് ഒഫീഷ്യലായിട്ട് ഞങ്ങൾ വിരുന്ന് പോവാണ് ഗൈസ് ഉമ്മിനാടെ വീട്ടിലേക്ക്. അപ്പോൾ ആ വിശേഷങ്ങളൊക്കെ നാളെ ഒരു വ്ളോഗായിട്ട് നമ്മൾ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അതുവരെ